ഇനി വരുന്ന വേനൽക്കാലത്ത് രാത്രിയിൽ പോലും വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ എന്തു ചെയ്യും? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ലോകത്തെ വീണ്ടും ചുട്ടുപൊള്ളിക്കാൻ എൽ നിനോ ശക്തി പ്രാപിക്കുന്നു എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ ഈ ഘട്ടത്തിൽ മുന്നറിയിപ്പ് നൽകുന്നത്. ഇതിനിടെ യൂറോപ്പിൽ കൊടുംചൂടിന് പിന്നാലെ പെരുമഴയും കൊടുങ്കാറ്റുമൊക്കെ നാശം വിതയ്ക്കുന്നുണ്ട്. പസഫിക് സമുദ്രത്തിന് മുകളിൽ രൂപം കൊള്ളുന്ന എൽ നിനോ പ്രതിഭാസം ഇനിയുള്ള കാലങ്ങളിൽ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. മനുഷ്യപ്രവർത്തനങ്ങൾ മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും ഇതിനൊപ്പം ചേരുമ്പോൾ 2027 ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ചൂടേറിയ വർഷമായി മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ സൂചനകൾ ഇതിനോടകം തന്നെ പ്രകടമായിരിക്കുന്നു. ഇന്ത്യയിലെ മൺസൂൺ മഴയിലുണ്ടായ കുറവ്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലാവസ്ഥയുടെ താളം തെറ്റുന്നത്, അപ്രതീക്ഷിതമായ ഉഷ്ണതരംഗങ്ങളും കൊടുങ്കാറ്റുകളും ഉണ്ടാകുന്നത് എല്ലാം തന്നെ വലിയൊരു മാറ്റത്തിന്റെ സൂചനകളായിട്ടാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. ഇനി എന്താണ് എൽ നിനോ എന്നുള്ളത് കൂടി പരിശോധിച്ചാൽ, സാധാരണയായി പസഫിക് സമുദ്രത്തിന് മുകളിലെ കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് വീശുന്ന വാണിജ്യ വാതകങ്ങൾ ദുർബലമാവുകയോ ദിശ മാറുകയോ ചെയ്യുമ്പോഴാണ് എൽ നിനോ രൂപപ്പെടുന്നത്. ഇതുമൂലം സമുദ്രത്തിലെ ചൂട് അന്തരീക്ഷത്തിലേക്ക് കൂടുതലായി പുറന്തള്ളപ്പെടും. അതിന്റെ ഫലമായി ആഗോള താപനില ഉയരുകയും മഴയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടാവുകയും ചെയ്യും. സാധാരണയായി 2 മുതൽ 7 വർഷത്തിനിടയിൽ രൂപപ്പെടുന്ന എൽ നിനോ 1 വർഷം വരെ നീണ്ടു നിൽക്കാറുണ്ട്. അതേസമയം യൂറോപ്പിൽ ഇപ്പോൾ പ്രകൃതി അപ്രതീക്ഷിതമായൊരു മുഖമാണ് കാണിക്കുന്നത്. മുഴുവൻ വേനൽക്കാലവും ഉഷ്ണതരംഗം അനുഭവിച്ച സ്പെയിൻ, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ഇപ്പോൾ കനത്ത മഴയും കൊടുങ്കാറ്റും നാശം വിതയ്ക്കുന്നു. ജർമ്മനിയിലെ ഫ്യൂട്ടൻസ്വാഡെ പട്ടണത്തിൽ ടൊർണാഡോ നിരവധി കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടാക്കി. മരങ്ങൾ കടപുഴകി വീണു, വലിയ വസ്തുക്കൾ കാറ്റിൽ പറന്നു വീണു, വാഹനങ്ങൾക്കും മറ്റും കനത്ത നാശനഷ്ടമുണ്ടായി. ഇതുപോലെ തന്നെ ഇറ്റലിയിലെ സാഹചര്യവും സമാനം തന്നെയാണ്. ഇതുപോലെ പല രാജ്യങ്ങളിലും സംഭവിക്കുന്ന, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന, ഒരു ഭാഗത്ത് കൊടുംചൂട്, മറുഭാഗത്ത് പെരുമഴ, കൊടുങ്കാറ്റും കാലാവസ്ഥയുടെ ഈ താളപ്പഴയും തുടരുമ്പോൾ 2027 ലോകത്തിന് പുതിയൊരു ചൂട് റെക്കോർഡിന്റെ വർഷമായി മാറുമോ? അതാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.